ദൈവനാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിലാകുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന സകലർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവർക്കും ബൈബിൾ എടുത്ത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നീങ്ങാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. എല്ലാവരും ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം എടുത്തെന്ന് പ്രതീക്ഷിക്കുന്നു. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ, അതായത് യേശുക്രിസ്തു, ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരയണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരേണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല എന്നകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും, അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അത് അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ച മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. 13-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ദോഷികളായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അപ്പോൾ ഇവിടെ ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കർത്താവ് ഈ ഒരു വേദഭാഗത്ത് അഭിമുഖീകരിക്കുന്ന വിഷയം മുഴുവൻ, അല്ലെങ്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം മുഴുവൻ പ്രാർത്ഥനയെ കുറിച്ചാണ്. ഇതൊരു പ്രാർത്ഥനാ മാസമാണല്ലോ ഈ സഭയെ സംബന്ധിച്ച്. ജൂലൈ മാസം, ആ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച പ്രാർത്ഥനയെ കുറിച്ച് തന്നെ സംസാരിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ ഒരു പ്രത്യേക ഒരു വിഷയം അത് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വ്യക്തമാക്കാം. ഈ 11-ാം അധ്യായത്തിൽ ഇത്രയും വായിച്ച വേദഭാഗം ഒന്ന് ഓടിച്ചു പറയട്ടെ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് മാതൃകാ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അത് കാണാ പഠിച്ചു ചൊല്ലാനല്ല, മാതൃകാ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയുടെ മുൻഗണനകളൊക്കെ പഠിപ്പിച്ചു തരികയാണ്. എന്താണ് ഏറ്റവും ആത്യന്തികമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിചാരം ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്നല്ല. പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ഘടനയുണ്ട്, അതിൽ ഒരു മുൻഗണന കൊടുക്കേണ്ട വിഷയമുണ്ട്. അത് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട വിഷയം എന്റെ പിതാവിന്റെ നാമം മഹത്വീകരിക്കപ്പെടണം. എന്ത് പ്രാർത്ഥിച്ചാലും അതാണ് ആത്യന്തിക പ്രാർത്ഥന. എന്റെ പിതാവിന്റെ നാമം മഹത്വീകരിക്കപ്പെടണം. പിന്നെ അതിനു വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ, മുഖാന്തരങ്ങളൊക്കെയാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 5-ാമത്തെ വാക്യം മുതൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം. മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഉറക്കം തൂങ്ങി പ്രാർത്ഥിക്കരുത്. കിട്ടിയാ കൊള്ളാം അല്ലെ, അങ്ങനെ പ്രാർത്ഥിക്കരുത്. ഇവിടെ സ്നേഹിതനോട് ഒരുത്തം പോയിട്ട് അല്പം കിട്ടിയാ കൊള്ളാം എന്നല്ല, മുട്ടി ചാവാൻ പോകുന്ന പോലെ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. അങ്ങനെ വന്നവൻ സ്നേഹിതനാണേലും ലജ്ജ കൂടാതെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചത് കൊണ്ട് അവന് ലഭിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ തീക്ഷ്ണതയോടെ കിട്ടും
കിട്ടിയില്ലേ ചാകും എന്നുള്ള രീതി വേണം പ്രാർത്ഥിക്കാൻ. കിട്ടുമെന്നുള്ള ഉറപ്പോടെ പ്രാർത്ഥിക്കണം. അല്ലാതെ കിട്ടിയാൽ കൊള്ളാം, കിട്ടിയില്ലേലും കുഴപ്പമില്ല, അങ്ങനല്ല. ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവൻ എഴുന്നേറ്റ് അവന് കൊടുക്കും. ഇനി എന്തോ പ്രാർത്ഥിക്കണം, അതാണ് അവസാനം കർത്താവ് കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. എന്തായിരിക്കണം നമ്മുടെ യാചന? കർത്താവേ, പിതാവേ, എന്തോ ചോദിക്കണ്ടേ? പരിശുദ്ധാത്മാവിനെ നൽകണമേ. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്ന വിഷയം അതാണ്. ഈ പ്രാർത്ഥനാ മാസത്തിന്റെ അവസാന ഞായറാഴ്ച കർത്താവ് ഈ സഭയോട് പറയാണ്, നിങ്ങൾ എന്ത് വേണം യാചിച്ചോ, ആത്യന്തികമായിട്ടും നിങ്ങൾ യാചിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ പിതാവേ എനിക്ക് തരണമേ എന്നാണ്. ആത്മനിറവിന്റെ അനിവാര്യത മനസ്സിലാക്കി, അത് ഒഴിച്ചുകൂടുവാൻ കഴിയാത്തതാണെന്ന് മനസ്സിലാക്കി മുട്ടിപ്പായി കർത്താവിനോട് പ്രാർത്ഥിക്കണം. സഭയ്ക്ക് അധികമായി പരിശുദ്ധാത്മാവിനെ നൽകണമേ. എന്താണ് ദൂത്? ഇന്ന് പറയാമെന്ന ദൂത് ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് യാചിക്കുക. അപ്പൊ നിങ്ങൾ ഈ 1 മാസമായിട്ട് പ്രാർത്ഥിച്ചല്ലോ, ഇത് പ്രാർത്ഥിച്ചോ? നിങ്ങളുടെയൊക്കെ യാചനയിലെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ കേൾക്കുന്ന നിലവിളി ഇതാണോ? കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു സർജറി എടുത്താൽ, ഒരു സ്കാൻ എടുത്താൽ, ഇവന് ഏറ്റവും കൂടുതൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയം ഇവന് പരിശുദ്ധാത്മാവിനെ കൊടുക്കണമെന്നാണ് ആരെങ്കിലും പറയൂ? ദൈവം പറയൂ? അതോ കാറ് വേണം, വീട് വേണം, അതൊന്നും പ്രാർത്ഥിക്കേണ്ടതെന്നല്ല. പക്ഷേ പിതാവിനോട് ആത്യന്തികമായിട്ടും ചോദിക്കേണ്ടത് അതാണ്. എന്തിനു ചോദിക്കണം? അതും കൂടെ കൂട്ടിച്ചേർത്ത് പറയണം. ഈ വേദഭാഗം അതും പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാ പരിശുദ്ധാത്മ നിറവ്? എനിക്ക് ആളാവാനും, എനിക്ക് അഭിഷേകം ഉണ്ടെന്ന് കാണിക്കാനും, പിന്നെ വലിയ മിനിസ്ട്രി കിട്ടാനും ഒക്കെയാണോ? അതുകൊണ്ടാണ് 1-ാമത്തെ വാക്യം മുതൽ വായിച്ചത്. ആത്യന്തികമായ ലക്ഷ്യം ഒരു ശിഷ്യനെ സംബന്ധിച്ച് എൻ്റെ പിതാവിന്റെ നാമമഹത്വം, അവന്റെ രാജ്യം വരണം, അവന്റെ ഇഷ്ടം നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മ നിറവ് വേണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ അനുഭൂതി കിട്ടാനും, രോമാഞ്ചം കിട്ടാനും, തട്ടേക്കേറിയ ആളാവാനും അല്ല. പറയുന്നത് മനസ്സിലായോ? ഇന്ന് അങ്ങനത്തെ അഭിഷേകം കൊടുക്കുന്നവന്മാരുണ്ട്. നിനക്ക് വലിയ ആളാവാൻ ഇങ്ങ് വന്നാൽ ഞാൻ തലേ കൈ വെച്ച് തരാമെന്ന്. അങ്ങനത്തെ ഇമ്പാർട്ടേഷൻ വിൽക്കുന്നവന്മാരുണ്ട്. പരിശുദ്ധാത്മാവെന്നും പറഞ്ഞു വിൽപ്പന ചരക്കാക്കി മാറ്റിയവന്മാരുണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. പിതാവിന്റെ നാമമഹത്വത്തിന് ഞാൻ ചിലപ്പോൾ ഒരിക്കൽ പോലും ഒരു തട്ടേ കയറി നിൽക്കത്തില്ലായിരിക്കും. എന്നെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷ മധ്യസ്ഥനാവാനായിരിക്കും. എങ്കിലും പിതാവിന്റെ നാമമഹത്വത്തിനായിട്ട്, അവന് വേണ്ടി, അവന്റെ നാമമഹത്വത്തിന് വേണ്ടി വിശുദ്ധ ജീവിതവും പ്രയോജനമുള്ള ശുശ്രൂഷയും അവന് വേണ്ടി ചെയ്തു തീർക്കുവാൻ പിതാവേ എനിക്ക് ആത്യന്തികമായിട്ടും വേണ്ടത് പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്നാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ 20 മുതൽ 21 22 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21 മുതൽ 22. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. മതി കണ്ടോ? നമ്മള് മത്തായിയുടെ സുവിശേഷം വായിച്ചാലും ഇതേ വേദഭാഗം കാണും. മർക്കോസിന്റെ സുവിശേഷത്തിലും ഉണ്ട്. കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, അത് ലൂക്കോസിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ദിവസം അത് പറയാം. ലൂക്കോസ് ഇങ്ങനെ ചിലയിടത്തൊക്കെ പുള്ളിയുടേതായ ചില വാക്കുകളുണ്ട്. പുള്ളി മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. എന്താ എന്താ അറിയാമോ? യേശു പ്രാർത്ഥിക്കുമ്പോൾ. അത് വേറൊരു സുവിശേഷത്തിലും പറഞ്ഞിട്ടില്ല. സ്നാനപ്പെട്ടപ്പോൾ യേശു എന്ത് ചെയ്യായിരുന്നു? പ്രാർത്ഥിക്കുകയായിരുന്നു. മറുരൂപ മലയുടെ വിഷയം എടുക്കുമ്പോഴും ലൂക്കോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കർത്താവ് പ്രാർത്ഥിക്കുകയായിരുന്നു. ലൂക്കോസിന്റെ ഒരു ഊന്നലാണ് പ്രാർത്ഥന, വേറൊരു ഊന്നലാണ് ആത്മാവ്. അത് രണ്ടും ലൂക്കോസിലുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം പഠിപ്പിക്കുക വല്ലതും ചെയ്യുമ്പോൾ ഞാൻ പറയാം. പക്ഷെ ഇവിടെ കണ്ടോ, കർത്താവ് പ്രാർത്ഥിച്ചു. കർത്താവ് പോലും പ്രാർത്ഥിച്ചപ്പോഴാ ആത്മാവ് ഇറങ്ങി വന്നത്. അപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിക്കാതിരുന്ന ആത്മാവ് വരൂല. പ്രാർത്ഥിക്കാതെ ചുമ്മാ വല്ലവന്റെയും തലേ കൈവെക്കലൊന്നും കൊണ്ട് നടക്കത്തില്ല. പ്രാർത്ഥിക്കുന്നു. യാചിക്കുന്നവർക്ക് പിതാവ് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അപ്പൊ യാചിക്കാതിരുന്നാലോ? ഇല്ല, അല്ലെ? അപ്പൊ പ്രാർത്ഥിക്കണം, യാചിക്കണം. ഇത് ഉപദേശമല്ല, പ്രബോധനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് പലപ്പോഴും പ്രാർത്ഥിക്കാത്തതിന്റെ കാരണം എന്താ അറിയോ? അയ്യോ 1980 എനിക്ക് കിട്ടി പറയുന്ന കേട്ടില്ലേ? 30 വർഷം മുമ്പ് എനിക്ക് അഭിഷേകം കിട്ടി. അഭിഷേകം കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളതല്ല ചോദ്യം. ഇന്ന് ആത്മനിറവിൽ നടക്കുന്നുണ്ടോ? കിട്ടിയതൊക്കെ ശരിയായിരിക്കും, അതൊന്നും ആരും തർക്കിക്കുന്നില്ല. 1980-ലോ 60-ലോ 70-ലോ എപ്പോഴോ കിട്ടട്ടെ.
കിട്ടിയവരാണേലും കിട്ടാത്തവരാണേലും ഇന്ന് ചോദിക്കണം. ആത്മനിറവോടെ നടക്കുവാൻ കർത്താവേ, പിതാവേ, എനിക്ക് ആത്മാവിനെ തരണം. ഇവിടെ പറഞ്ഞിരിക്കണോ, എത്ര അധികം നൽകും, എത്ര അധികം. അവനൊരു അളവുണ്ട്. അപ്പൊ അളവിൽ ഇനി വളരണമെങ്കിൽ എന്തോ ചെയ്യണം? ചോദിക്കുന്നവനാണ് ഈ അളവിൽ കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള അളവ് പോരാ, നിലവാരം കൂടണം. കർത്താവേ, എനിക്ക് ഇനിയും ആത്മനിറവ് വേണമെന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന ഇതാണ്. ഈ പ്രസംഗം നടക്കുമ്പോൾ തന്നെ ചിലരിരുന്ന് യാചിക്കണം. ഈ പ്രസംഗം നിങ്ങളുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്ത് ഇപ്പോൾ തന്നെ യാചിക്കുക. ഈ സഭയ്ക്കായിട്ട് ദൈവം കരുതി വെച്ചിരിക്കുന്ന ശുശ്രൂഷകളാകട്ടെ, വ്യക്തിജീവിതങ്ങളിലെ രൂപാന്തരങ്ങളാകട്ടെ, നിങ്ങളുടെ ദൗത്യമാകട്ടെ, അതിനെല്ലാം ഇത് അനിവാര്യമാണ്. ഒഴിച്ചുകൂടുവാൻ കഴിയാത്തതാണ്. പരിശുദ്ധാത്മ നിറവ്, ആത്മനിറവിനായിട്ട് ദാഹമുള്ള ഹൃദയങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. മറ്റേത് പ്രാർത്ഥനാ വിഷയവും അവിടെ നിൽക്കട്ടെ. കർത്താവേ, പിതാവേ, എനിക്ക് ആത്മനിറവ് പകർന്നു തരണം. എനിക്ക് അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ സ്വന്തം ശക്തിയിൽ കഴിയുകയില്ല. എനിക്ക് ആത്മാവിനെ തരണം. സ്വന്തം ശക്തിയാലല്ല, ബലത്താലല്ല, ആത്മാവിനത്രേ ഇവിടെ കാണിക്കുന്ന വാക്യം അല്ലേ? രാവിലെ വരുമ്പോഴേ നമ്മൾ കാണുന്ന വാക്യം അത് തന്നെ. ഇന്നത്തെ സന്ദേശം ആത്മാവിനായിട്ട് ചോദിക്കുക, യാചിക്കുക, പിതാവിനോട് യാചിക്കുക, മുട്ടിപ്പായി ലജ്ജ കൂടാതെ യാചിക്കുക, കിട്ടുന്നത് വരെയും തട്ടിക്കൊണ്ടിരിക്കുക, അന്വേഷിക്കുക, ആഗ്രഹത്തോടെ അഭിനിവേശത്തോടെ കരയുക. അല്ലാതെ ചുമ്മാ ഉറക്കം തൂങ്ങിയിരുന്ന ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആഗ്രഹം വരണം, അഭിനിവേശം കടന്നു വരണം. അത് നിങ്ങളുടെ ഉള്ളത്തിൽ ഇനിയും ആഴത്തിൽ ഉളവാകുവാൻ വേണ്ടിയിട്ടാണ് ഈ തുടർന്ന് പ്രസംഗിക്കുന്നില്ലേ. പ്രസംഗം നിർത്തി എനിക്കിപ്പോ ഇരിക്കാറ്. ഞാൻ 5 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ആത്മനിറവിന്റെ അനിവാര്യത സൂചിപ്പിക്കുന്ന 5 കാര്യങ്ങൾ. ഉപദേശപരമാണെങ്കിലും എല്ലാത്തിലും ഞാനൊരു പ്രബോധനം വെച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ആത്മാവിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കുന്ന 5 മേഖലകളിൽ ഒന്നാമതായിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഈ വായിച്ച വേദഭാഗം തന്നെ. ലൂക്കോസ് 3:21-22 അവിടെ നിങ്ങൾ കണ്ടോ, കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് ദേഹത്തിൽ കടന്നു വന്നു അല്ലെ. പ്രാവിന്റെ ദേഹരൂപേണ തന്റെ മേൽ വന്നപ്പോൾ എന്താ സംഭവിച്ചേ? കർത്താവ് അന്യഭാഷ സംസാരിച്ചു. പലരുടെയും തിയോളജി അതാ, ഞാൻ അന്യഭാഷ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അതല്ല, അത് ലക്ഷണം അല്ലെ, സൈൻ എന്ന് പറയും. ഒന്നാമതായിട്ട് സംഭവിച്ചത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, നീ എന്റെ പ്രിയ പുത്രൻ. അതുകൊണ്ട് ആത്മാവിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ വിഷയം ഇതാണ്, ഇന്റിമസി, ദൈവവുമായുള്ള അടുപ്പം. അത് നമ്മുടെ വിഷയത്തിലും, കർത്താവിന്റെ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. റോമർ 5:5 വളരെ വേഗത്തിൽ ആർക്കെങ്കിലും വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കുക. റോമർ 5:5 പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. അടുത്ത വാചകം ഒന്ന് വായിച്ചേ. റോമർ 5:5 പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ ദൈവം നൽകിയപ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്തോ പകർന്നു? ദൈവത്തിന്റെ സ്നേഹം. ഈ ആത്മസ്നാനം ലഭിക്കുമ്പോ ചിലരൊക്കെ കണ്ടിട്ടുണ്ടോ, ഷോക്ക് അടിച്ച പോലെ കടന്ന് ഉരുളലും മറിയലും. ഇപ്പൊ ചിലരൊക്കെ പറയും, ഛേ എന്തൊരു മ്ലേച്ഛതയായി കാണിക്കുന്ന സഭയെ വന്നു വെച്ച് അല്ലെ. അതെന്തുകൊണ്ട് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്തെങ്കിലും രോമാഞ്ചം പിടിച്ചിട്ടാണോ? എന്തോ അവരുടെ ഉള്ളത്തിൽ കടന്നു വന്നേ. ആദ്യമായിട്ട് അവരൊരു കാര്യം രുചിച്ചറിഞ്ഞു, ദൈവസ്നേഹം. അതുവരെ പ്രസംഗമേ ഉള്ളായിരുന്നു, അതുവരെ കേട്ടറിവേ ഉള്ളായിരുന്നു. ആത്മാവകത്ത് വന്നപ്പോൾ അനുഭവിച്ചു അല്ലെ. ഇപ്പോ ഒരു ഫിസിക്സ് പ്രൊഫസറിന്റെ കാര്യം എടുക്കാം. പുള്ളി മൺഡേ ടു ഫ്രൈഡേ പോയി ഇലക്ട്രിസിറ്റി ഒക്കെ പഠിപ്പിക്കും. പക്ഷെ വീട്ടിൽ വന്നപ്പോഴേ അച്ചായനൊരു സ്വിച്ച് ഇട്ട്, അപ്പോ ഷോക്ക് അടിച്ച് തറയിൽ കിടന്നു. ഇലക്ട്രിസിറ്റിയുടെ ഇക്വേഷനും ഫോർമുലയൊക്കെ പുള്ളിക്കറിയാം, പക്ഷെ ഷോക്ക് അടിച്ചു. എന്ന് പറഞ്ഞ പോലെ ദൈവസ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കാനൊക്കെ നമുക്ക് അറിയായിരിക്കും, വാക്യങ്ങളൊക്കെ അറിയായിരിക്കും. സൺഡേ സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിച്ചാൽ അകത്ത് വന്നിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിലൂടെ പകർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ആത്മസ്നാനം ആദ്യമായിട്ട് പ്രാപിക്കുമ്പോൾ ചില കോപ്രായമൊക്കെ കാണിക്കുന്നത് നമ്മൾ പറയുന്നത്. കോപ്രായമൊന്നും അല്ല, ഉള്ളിൽ ഷോക്കടിക്കുന്നത് പോലെ ആദ്യമായിട്ട് ദൈവത്തിന്റെ സ്നേഹം അതാ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്നു അല്ലെ. അപ്പൊ ദൈവസ്നേഹം രുചിച്ചറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ എപ്പോഴും ഈ വാക്യം എടുക്കുമ്പോൾ കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ്. ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ എന്താ ഈ സ്നേഹം എന്നറിയാമോ? ത്രിയേക ദൈവത്തിന്റെ സ്നേഹം. 2 വാക്യങ്ങൾ ചേർത്ത് വായിക്കാം. യോഹന്നാൻ 17 അതിന്റെ 23 വാക്യത്തിന്റെ തുടക്കം.
യോഹന്നാൻ 17:23. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാനെന്നാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ലോകം അറിയണം എന്റെ ജനത്തെ നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു. പിതാവേ, നീ പുത്രനായ എന്നെ സ്നേഹിക്കുന്നത് പോലെ നീ എന്നിൽ വിശ്വസിക്കുന്നവരെ സ്നേഹിക്കുന്നു. നിങ്ങൾ ആ സ്നേഹത്തിന്റെ ആഴവും പരപ്പും ഒന്ന് ചിന്തിച്ചേ. ഇസ്രായേൽ ജനത്തെ രാജാവ് സ്നേഹിച്ചു പോലെയെന്നല്ല, ത്രിയേക ദൈവം നിത്യതയിൽ സകല സൃഷ്ടിക്കും മുമ്പ് അനാദിയിൽ പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ അതേ അളവിലാണ് പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പുത്രനിൽ കടന്നു വന്നതുകൊണ്ട് പുത്രനെ പോലെ സ്നേഹിക്കുന്നു. നല്ല കുടുംബങ്ങളിൽ എടുത്തു പറയട്ടെ, നല്ല കുടുംബങ്ങളിൽ അങ്ങനല്ലേ, മകനെ കല്യാണം കഴിച്ച മോളെ അല്ലെ മരുമോളെ മോനെ പോലെ സ്നേഹിക്കും അല്ലെ. അല്ല മരുമോളെന്ന് പറഞ്ഞ 2ാം സ്ഥാനമാണോ? ചില മരുമക്കളൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നു. ഞാൻ അത് ആദ്യം പറഞ്ഞു, എല്ലാ കുടുംബത്തിലും, പക്ഷെ നല്ല കുടുംബങ്ങളിൽ അങ്ങനെ അല്ലെ. മോനെ കെട്ടിയ പെണ്ണ് മോനെ പോലെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പുത്രന്റെ കാന്തയായ സഭയെ കർത്താവ് ആ പുത്രനോളോ സ്നേഹിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നമുക്ക് എന്ത് വലിയ സ്നേഹമാണ് കിട്ടിയേ. അതിനോട് ചേർത്ത് വായിക്കണം യോഹന്നാൻ 15:9. അപ്പൊ പുത്രനും മിണ്ടാതിരിക്കുന്നില്ല, പുത്രനും നമ്മളോട് കാര്യം പറയുന്നുണ്ട്. യോഹന്നാൻ 15:9, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. കേട്ടോ അത് പിതാവ് പറയാണ്, ഞാൻ പുത്രനെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെ സ്നേഹിക്കുന്നു. പുത്രൻ പറയാണ്, എന്നെ പിതാവ് സ്നേഹിക്കുന്നു അതേ അളവിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ സ്നേഹമാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നപ്പെട്ടിരിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഷോക്കടിച്ച പോലെ തറ കിടക്കുന്നത് കേട്ടോ. ത്രിയേക ദൈവം അവർ തമ്മിലുള്ള കൂട്ടായ്മയും സ്നേഹവും നമുക്ക് പങ്കുവെക്കുകയാണ്. അല്ല രക്ഷിക്കപ്പെട്ടിട്ട് നിങ്ങൾ പ്രാകാരത്തിൽ ഇരുന്നോ, ഞാൻ നിങ്ങളുടെ ദൈവമാണ് രാജാവാണെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഇങ്ങ് കയറിവ, ത്രിയേക ദൈവത്തിന്റെ തൃത്വത്തിന്റെ അകത്തുള്ള ജീവനും കൂട്ടായ്മയും സ്നേഹത്തിന്റെയും പങ്കാളികളാക്കി നമ്മെ മാറ്റി. ഇത് സാധാരണ സ്നേഹമൊന്നുമല്ല. ഇത് ഈ സ്നേഹത്തിന്റെ ആഴവും പരപ്പും വിശദീകരിക്കുവാൻ കഴിയുകയില്ല. ഇത്ര വലിയ സ്നേഹം ഉള്ളത്തിൽ കടന്നു വരുന്നത് എങ്ങനെയാ? ഇത് പ്രസംഗിച്ചാൽ പോരെ, ഇത് രുചിച്ചറിയണം പരിശുദ്ധാത്മ നിറവിലൂടെ. അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ, ആത്മനിറവിലാണോ നിങ്ങളൊക്കെ ജീവിക്കുന്നത്? എന്നും ഈ ദൈവസ്നേഹം ഉള്ളിൽ രുചിച്ചറിയുന്നുണ്ടോ? വല്ലപ്പോഴും ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഓർമ്മ പണ്ടങ്ങാണ്ടൊരു ഷോക്ക് അടിച്ചിട്ടുണ്ട് എന്നാണോ? എന്നും ഇത് രുചിച്ചറിയണം, എന്നും എപ്പോഴും എൻ്റെ അനുഭവമായിരിക്കണം. ഞാൻ ഈ ദൈവസ്നേഹത്തിലാ നടക്കുന്നേ, ഞാൻ ഈ ദൈവസ്നേഹത്തിലാ ശുശ്രൂഷിക്കുന്നേ, ഞാൻ ഈ ദൈവസ്നേഹത്തിലാ സംസാരിക്കുന്നേ, എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ അഭിമുഖീകരിക്കുന്നത് ഈ ദൈവസ്നേഹത്തിലാ. കേട്ടോ, അത് വ്യത്യാസമുണ്ട്. അപ്പോഴാ ഭക്തനാകുന്നത്, അപ്പോഴാ ഈ കുലുങ്ങാത്ത പാറയായി നമ്മൾ മാറുന്നത്. ഈ ലോകത്തിൽ ഇതൊക്കെ ഈ ത്രിയേക ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ തന്നിരിക്കുക അല്ലെ. അപ്പൊ ആ സ്നേഹം ഉള്ളിൽ അറിയണം. അറിയാത്തവർ പ്രാർത്ഥിക്കുക, യാചിക്കുക, പിതാവേ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണം, എനിക്ക് ദൈവവുമായിട്ടുള്ള അടുപ്പം, ദൈവവുമായിട്ടുള്ള ഈ സ്നേഹബന്ധത്തിൽ എനിക്ക് ആഴത്തിലിറങ്ങണം കർത്താവേ, രുചിച്ചറിയണം. ചുമ്മാ ഏതോ പ്രസംഗം എന്തൊക്കെ വാക്യൊക്കെ കാണിച്ചിരിക്കുന്നത് ദൂരത്തെവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അനുഭവിച്ചറിയണം, ആഴത്തിൽ അനുഭവിച്ചറിയണം. അങ്ങനെ അറിയണമെങ്കിൽ പിതാവിനോട് യാചിക്കുക. യാചിക്കുന്നവൻ അവൻ അളവില്ലാതെ നൽകും, അളവില്ലാതെ നൽകും. ദൈവസ്നേഹം പണ്ടെപ്പോഴോ പാട്ട് പാടിയപ്പോൾ ഒന്ന് കുലുങ്ങിയെന്ന് പറഞ്ഞാൽ പോരാ. ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം, അനുനിമിഷം എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കണം. അതുകൊണ്ട് ദൈവസ്നേഹം കൂടുതൽ രുചിച്ചറിയുവാൻ, അടുപ്പമറിയുവാൻ, സംസർഗത്തിന്റെ സന്തോഷത്തിൽ നടക്കുവാൻ ആത്മനിറവ് അനിവാര്യമാണ്. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമതായിട്ട് റോമാലേഖനം 8:15-16 കടക്കാം. രക്ഷയുടെ ഉറപ്പ്. രക്ഷയുടെ ഉറപ്പ്. റോമർ 8:15-16 ആർക്കെങ്കിലും എടുക്കാം, ഉറച്ചു വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നു കണ്ടോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, നിങ്ങൾ ദൈവ മക്കളാണെന്ന്. അതുകൊണ്ടാണ് പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. നമ്മളിനി ഭയപ്പെടേണ്ട, നമുക്കിനി അടിമത്തത്തിന്റെ ആത്മാവല്ല, ഭയത്തിന്റെ ആത്മാവല്ല. ഇതിനെയാണ് രക്ഷയുടെ ഉറപ്പെന്ന് പറയുന്നത്. ഉറപ്പുണ്ടോ രക്ഷിക്കപ്പെട്ടെന്ന്? ഇന്ന് പൊതുവെ നമ്മൾ ഈ സുവിശേഷീകരണ യോഗങ്ങൾ, കൺവെൻഷൻ, ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റിക് ക്രൂസൈഡുകളുടെയൊക്കെ കൂട്ടത്തിൽ കാണും ഫോളോ അപ്പ് ടീം.
കൈപൊക്കിയവനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ച് കൂടുതൽ പറയുന്നതിന്. അവിടെ പോയിട്ട് എങ്ങനെയാണെന്ന് അറിയാം കാര്യങ്ങൾ സാധാരണഗതി ചെയ്യുന്നത്. ഈ വാക്യം കണ്ടോ, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. ഈ വാക്യം കണ്ടോ, അതും വിശ്വസിക്കുന്നു. ഈ മൂന്നാമതൊരു വാക്യം, ഇതും വിശ്വസിക്കുന്നു, ഇതും വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ യുക്തിപരമായിട്ട് നമുക്കങ്ങ് അനുമാനിക്കാം നീ രക്ഷിക്കപ്പെട്ടെന്ന്. യുക്തിപരമായ അനുമാനം, ലോജിക്കൽ ഡിഡക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. 1, 2, 3 ഒക്കെ ടിക്കിയാങ്കിൽ പിന്നെ നിങ്ങൾ വിശ്വാസിയാ. അങ്ങനല്ല ബൈബിളിൽ രക്ഷയുടെ ഉറപ്പ് വരുന്നത്. ബൈബിളിൽ രക്ഷയുടെ ഉറപ്പ് തരുന്നത് മനുഷ്യന്റെ ബുദ്ധിയും യുക്തിയും ഒന്നും വെച്ചിട്ടല്ല. ഞാനൊരു വിശ്വാസിയൊക്കെ തന്നെ ആയിരിക്കും, അത് വലിയ ഉറപ്പൊന്നുമില്ല, അത് കുലുങ്ങും. എങ്ങനാ ഉറപ്പ് വരുന്നത്? ആത്മാവെന്നോട് സാക്ഷീകരിക്കും, നീ എന്റെയാ, നീ എന്റേതാണ് എന്ന് ആത്മാവ് സാക്ഷ്യം നൽകും. അത് ഉള്ളത്തിൽ അനുഭവമാണ് രക്ഷയുടെ ഉറപ്പല്ല. ബുദ്ധിയിലും യുക്തിയിലും വരച്ചു കൂട്ടിയിട്ട് ചിലപ്പോൾ ആയിരിക്കുമല്ലോ എന്ന് പറയുന്നതല്ല, ഊഹാപോഹമല്ല. ഉറപ്പ് ആത്മാവ് ഉള്ളിൽ തരും. പുത്രത്വത്തിന്റെ ആത്മാവ് ഉള്ളിൽ വന്നിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് അനുമാനത്തിന്റെ പുറത്ത് ആരും ജീവിക്കരുത്. രക്ഷയുടെ ഉറപ്പ് അനുഭവമായിരിക്കണം. പല വിശ്വാസികൾക്കും ഒരു ഉറപ്പുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പാസ്റ്റർമാരെ ട്രെയിൻ ചെയ്ത് പാസ്റ്റർമാർ എന്നോട് പറഞ്ഞിട്ട് ഒരു ഉറപ്പുമില്ല പാസ്റ്ററെ കർത്താവ് വരുമ്പോ പോകുമെന്ന്. ഞാൻ പറയും, പിന്നെ നിങ്ങൾ എന്തോന്നിനാ ഈ ശുശ്രൂഷയൊക്കെ? നിങ്ങൾ ആദ്യം പോയി രക്ഷപ്പെടെങ്കിൽ പിന്നെ അല്ലേ? രക്ഷിക്കപ്പെടാത്തവൻ രക്ഷിക്കപ്പെടുത്താൻ നടക്കുക എന്ന് പറഞ്ഞാലേ എന്തോ അതിന്റെ അർത്ഥം അല്ലേ? ഭാര്യമാര്, പാസ്റ്റർമാരും അമ്മാവന്മാരും അയ്യോ എങ്ങനെയും അങ്ങ് പോയാ മതി. അപ്പൊ ഉറപ്പില്ല. ദൈവഭയത്തിലല്ല അത് പറയുന്നത്, ഉറപ്പില്ല, ഭയം. ഈ സംശയത്തിന്റെയും സന്ദേഹത്തിന്റെയും പുറത്ത് പിന്നെ എന്തൊക്കെയോ വിശുദ്ധി കാട്ടിക്കൂട്ടുക. ഇതിലേതെങ്കിലും വല്ല ലോട്ടറി പോലെ അങ്ങടിച്ചു പോയാലേ അങ്ങനെ പറയുന്നവർ. അതല്ല ഉറപ്പ്, പ്രത്യാശ. അത് കർത്താവ് ആത്മാവിലൂടെ നൽകും. ഈ സംശയത്തിന്റെയും സന്ദേഹത്തിന്റെയും പുറത്ത് അയ്യോ ഇനി അവസാനം ഞാൻ പോയില്ല എങ്കിലോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ടുള്ള ഒരു അനുസരണം ഉണ്ടല്ലോ, അതല്ല ക്രിസ്തീയ അനുസരണം. നമ്മൾ വായിച്ച യോഹന്നാൻ 15 തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. 15:10 ഞാൻ വായിക്കാൻ സമയമെടുക്കുന്നില്ല. യേശു ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ പിതാവിനെ അനുസരിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. നമ്മുടെ അനുസരണത്തിനുള്ള മാതൃക യേശു ക്രിസ്തുവിന്റെ അനുസരണമാണ്. യേശു ക്രിസ്തു പേടിച്ചിട്ടും സന്ദേഹത്തിലും സംശയത്തിലും ഒന്നുമല്ല പിതാവിനെ അനുസരിക്കുന്നത്. അയ്യോ ഇനി പിതാവിനെ ഇറക്കി വിടുവോ, തൃത്വത്തിൽ നിന്ന് ഇറക്കി വിടുവോ എന്നുള്ള പേടിയുടെ പുറത്തല്ല, ഉറപ്പിന്റെ പുറത്താണ്. എൻ്റെ പിതാവിന്റെ പുത്രനാണ് ഞാൻ എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്നുളവാകുന്ന ഉത്തരവാദിത്വ ബോധത്തോടെയാണ് പുത്രൻ അനുസരിക്കുന്നത്. അവിടെ ഭയത്തിനും പേടിക്കും ഈ പറഞ്ഞ അടിമത്വത്തിനും ഒന്നും സ്ഥാനമില്ല. അവിടെ ഉറപ്പാണ്, എന്നെ ഈ അയോഗ്യനായ എന്നെ കർത്താവ് പൂർണ്ണമായിട്ടും രക്ഷിച്ചു എന്നുള്ള ഉറപ്പിൽ നിന്നുളവാകുന്നതാണ് ശരിയായ അനുസരണം. ഒരു വാക്യം വായിക്കാം, തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച ആരെങ്കിലും. തീത്തോസിന്റെ ലേഖനം 3:4 മുതൽ 8. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതി പ്രവൃത്തികളല്ല തന്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവ് നവീകരണം കൊണ്ട് തന്നെ ഈ വിശ്വാസയോഗ്യം ദൈവത്തിൽ വിശ്വസിച്ചവർ പ്രവൃത്തികളാൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഈ 8-ാം വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. 3:4 മുതൽ 7 വരെ പറയുന്നത് നമ്മുടെ സുവിശേഷമാണ്. കർത്താവിന്റെ ദയ വന്നപ്പോൾ അവൻ നമ്മുടെ നീതിപ്രവർത്തികളാലല്ല, അവന്റെ ദയയാൽ നമ്മെ രക്ഷിച്ചു. രക്ഷ പ്രവൃത്തിയാലല്ല. സകല മതത്തിൽ കിടക്കുന്നവരോടും നമുക്ക് പറയേണ്ടത് അതാണ്, പ്രവൃത്തിയാലല്ല. ദൈവം പ്രവർത്തിച്ച് നമ്മളെ രക്ഷിക്കണം. അതിനുവേണ്ടി കർത്താവ് നമുക്ക് നീതീകരണം തരും. നീതിമാൻ എന്നുള്ള പദവി കടമായിട്ട് തരികയാണ്. നമ്മൾ നീതി പ്രവർത്തിച്ചത് കൊണ്ടല്ല, യേശുക്രിസ്തുവിന്റെ നീതി നിമിത്തം നമുക്ക് നീതിമാൻ എന്നുള്ള പദവി ലഭിക്കുകയാണ്. ഇനി നീ പൂർണ്ണമായിട്ടും നീതിമാനായിരുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥന ഞാൻ എങ്ങനെ കേൾക്കും, നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കും, നിന്നോട് ഞാൻ എങ്ങനെ ഇടപെടും, അങ്ങനെ ഞാൻ കർത്താവ് നിമിത്തം നിന്നോട് ഇടപെടും. അതാണ് നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയൊക്കെ നീതീകരിക്കപ്പെട്ടു, നമുക്ക് ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഇത് നീ എന്ത് ചെയ്യണം? ഉറപ്പിച്ചു പറയണം. കൃപയുടെ സുവിശേഷം ഉറപ്പിച്ചു പറയണം. പക്ഷെ എന്തിനാ ഉറപ്പിച്ചു പറയണം? ഇങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞാലേ ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾക്ക് ഉത്സാഹികളാകത്തുള്ളെന്ന്.
അല്ലാതെ ഭയപ്പെടുത്തിയല്ല അവരെ സൽപ്രവൃത്തികൾക്ക് ഉത്സാഹമുള്ളവരാക്കണം. നീ ഒന്നും ഒരു കാര്യത്തും പോകാനും പോകുന്നില്ലടാ, വല്ല വിശുദ്ധിയും കാണിക്കടാ, ഇതല്ല. ഇത് ഉറപ്പിച്ച് പറയണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട മക്കളാണ്, നീതീകരണം ലഭിച്ച മക്കളാണ്, നിങ്ങൾ ദയയുടെ പാത്രങ്ങളാണ്. ഇത് പറയും തോറും ഈ പറഞ്ഞ രക്ഷയുടെ ഉറപ്പും പ്രത്യാശയും സന്തോഷവും വന്നേച്ച് പിതാവിനെ പുത്രനനുസരിക്കുന്ന പോലത്തെ യഥാർത്ഥ അനുസരണം വരും. അല്ലാതെ ഭയത്തിന്റെയും സന്ദേഹത്തിന്റെയും പേടിയുടെയും ദൈവത്തിൽ ഉറപ്പില്ലാത്തതും കൊണ്ടുള്ള ഈ കാണിച്ചു കൂട്ടുന്ന വിശുദ്ധി ഉണ്ടല്ലോ, അതല്ല. രക്ഷയുടെ ഉറപ്പിൽ നിന്നാണ് യഥാർത്ഥ സ്നേഹത്തിൽ നിന്നുളവാകുന്ന അനുസരണം വരുന്നത്. പക്ഷെ ഈ രക്ഷയുടെ ഉറപ്പ് എങ്ങനെ കിട്ടും? ആത്മാവിനോട് സാക്ഷീകരിക്കണം. ആത്മാവിനാൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ഈ ഉറപ്പ് കൈവരിക്കുവാൻ കഴിയുള്ളൂ, ഈ തരത്തിലുള്ള അനുസരണം കൈവരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആത്മനിറവ് വേണം. പണ്ട് ജോൺ വെസ്ലിയുടെ കഥ നിങ്ങൾക്കറിയാലോ. ജോൺ വെസ്ലി പണ്ട് 18-ാം നൂറ്റാണ്ടിലെ ഉണർവ് പ്രസ്ഥാനത്തിലെ ഒരു നേതാവായിരുന്നു. പല നേതാക്കളിൽ ഒരു നേതാവായിരുന്നു. പണ്ട് അതിനൊക്കെ മുമ്പ് പുള്ളി വിചാരിച്ചു, പുള്ളി ശുശ്രൂഷകനൊക്കെ ആയിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ശുശ്രൂഷകനായിരുന്നു. പുള്ളി വിചാരിച്ചു അമേരിക്കയിൽ പോയി മിഷൻ പ്രവർത്തനമൊക്കെ ചെയ്യാന്ന്. പോണ കപ്പലില് ജർമ്മനിയിൽ നിന്ന് കുറച്ച് മിഷണറിമാരുണ്ടായിരുന്നു, മൊറോവേവിയൻ മിഷണറിമാർ. അവര് പുള്ളിയെ കണ്ടേച്ച് ചോദിച്ചു, വെസ്ലി, ആത്മാവിന്റെ സാക്ഷ്യം ഉള്ളിലുണ്ടോ? പുള്ളി പറഞ്ഞേ, അതെന്തോ? വെസ്ലിക്ക് ഒരു സാക്ഷ്യമില്ലായിരുന്നു. അന്ന് രാത്രി കപ്പല് മുങ്ങാൻ പോകുന്ന പോലൊക്കെ വന്നപ്പം മൊറവേൻകാര് പാട്ടൊക്കെ പാടി സന്തോഷിച്ചിരിക്കുന്നു. വെസ്ലി മരണഭയത്തിൽ കിടുങ്ങിക്കൊണ്ടിരിക്കുന്നു. അന്ന് പുള്ളിക്ക് എനിക്കൊരു സാക്ഷ്യമില്ല, എനിക്കൊരു ഉറപ്പില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. പുള്ളി എവിടെ പോവാ? മിഷൻ പ്രവർത്തനത്തിന് മിഷനറി ആയിട്ട് പോവുക. പുള്ളി പിന്നെ ഇത് കാംക്ഷിച്ചു പോയി. അത് കഴിഞ്ഞ് ആത്മാവ് സാക്ഷീകരണം കൊടുത്തു. അത് കഴിഞ്ഞാൽ ഈ നമ്മളീ പറയുന്ന ജോൺ വെസ്ലി ആയത്. അത് കഴിഞ്ഞാൽ അവളുടെ ശുശ്രൂഷയൊക്കെ മാറിയത്. പുള്ളിക്ക് ഉറപ്പായി രക്ഷ സുനിശ്ചിതമാണ് ക്രിസ്തുവിൽ. ക്രിസ്തു ചുമ്മാ പറച്ചില് മാത്രമല്ല, രക്ഷിക്കുന്നവൻ തന്നെ. രുചിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ അവൻ എന്നെ രക്ഷിച്ചു എന്നുള്ളത്. അവന്റെ പുത്രത്തിന്റെ ആത്മാവ് എന്നിൽ വന്നിട്ടുണ്ട്. ഞാൻ പ്രാഗൽഭ്യത്തോടെയാ എന്റെ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നത്. അല്ല ആരാണ്ടോ പറഞ്ഞതും കേട്ടതും ആരാണ്ടോ പഠിപ്പിച്ചതും കൊണ്ടൊന്നും അല്ല, എന്റെ മതമായതുകൊണ്ടല്ല. എനിക്ക് ഉറപ്പുണ്ട്, ദൈവം എന്റെ പിതാവാണ്. ഞാൻ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞവനാണ്. എനിക്ക് രക്ഷ ലഭിച്ചു കഴിഞ്ഞുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഉറപ്പില്ലാത്തവരെല്ലാം പ്രാർത്ഥിക്കണം, പിതാവേ എനിക്ക് ആത്മാവിനെ നൽകണം, ആത്മാവിന്റെ ഉള്ളത്തോട് സാക്ഷീകരിക്കണം. എന്റെ ഉള്ളിലുള്ള വേണ്ടാത്ത മാനുഷിക ഭയം, ദുഷ്ടൻ കൊണ്ടുവരുന്ന കുറ്റാരോപണങ്ങൾ കാരണം പുറകോട്ട് പോക്ക്, പിന്നോട്ട് പോക്ക്, പിന്മാറ്റം, ഇതെല്ലാം മാറ്റം വന്നിട്ട് ഈ പറഞ്ഞ ഉത്സാഹം എന്നിൽ ജനിപ്പിക്കണം. സൽപ്രവൃത്തികൾക്കായിട്ട് കർത്താവിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ ഓടുവാൻ രക്ഷയുടെ സുനിശ്ചിതമായ ഉറപ്പിന്റെ ഉള്ളിൽ കടന്നു വന്ന് കർത്താവെ ഈ ഉത്സാഹം എന്നിൽ ജനിപ്പിക്കണമെന്ന് പിതാവിനോട് യാചിക്കണം. ആത്മനിറവിന്റെ ഗുണം അതാണ്. ഉറപ്പുള്ളവനായിരിക്കും. അവന് സുവിശേഷത്തെ കുറിച്ച് ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്, പ്രാഗൽഭ്യമുണ്ട്. ദൈവത്തെ അവൻ പിതാവെന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഉള്ളത്തിൽ അവൻ ഉറപ്പുണ്ട്. വളരെ വേഗത്തിൽ പോകട്ടെ. മൂന്നാമതായിട്ട് ദൈവിക ആരാധന. ദൈവത്തിന്റെ സ്നേഹവും രക്ഷയുടെ ഉറപ്പും എന്റെ ഉള്ളിലോട്ട് പരിശുദ്ധാത്മാവ് കൊണ്ടിടുമ്പോൾ പിന്നെ എന്നിൽ നിന്ന് എന്തോ ഉയരും? ആരാധന. ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നവൻ, ഇത്ര ഉറപ്പോടെ എന്നെ കാക്കുന്നവൻ, അവന് പിന്നെ എന്തോ കൊടുക്കണം? അവന് ആരാധന കൊടുക്കണം. എഫീസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 20 വരെ. എഫീസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 20 വരെ. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടി കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവും ആയാലും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുന്നു. മതി. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവിനാൽ നിറഞ്ഞവരാകണം. അല്ലെ? വീഞ്ഞു കുടിച്ച് മത്തരായവരെ നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല. കേരളത്തിൽ മുഴുവൻ അവരെ ഉള്ളൂ. അല്ലെ? അപ്പൊ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ അവരുടെ തനി സ്വഭാവമല്ല, വേറെന്തൊക്കെയോ സ്വഭാവം അവരുടെ ഉള്ളത്തിൽ വരും. അല്ലെ? അതുപോലെ അതിന്റെ ഒരു ചിത്രമാണ് ആത്മാവ് അകത്ത് വന്നാൽ ആത്മാവിന്റെ ആ ഒരു നിയോഗത്തിൽ നടക്കുന്നവരായിരിക്കും. എന്നിട്ട് ഉടനെ പറഞ്ഞിരിക്കുന്നുണ്ടോ? ആത്മാവ് ഉള്ളിൽ കടന്നു വരണം, ആത്മനിറവ് കടന്നു വരണം. പിന്നെ പറഞ്ഞിരിക്കും, ഉടനെ പറഞ്ഞിരിക്കുന്നത് പാട്ടുപാടും, ആരാധന കടന്നു വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആത്മനിറവുള്ളവരൊക്കെ വളരെ സന്തോഷിച്ച് എപ്പോഴും ഒരു പാട്ടൊക്കെ മൂളിക്കൊണ്ട് നടക്കുന്നത്. അല്ലെ? അല്ലാതെ സഭയെ വരുമ്പം വർഷിപ്പ് ലീഡർ കുത്തിപ്പൊക്കി ചെയ്യോ ഒന്ന് കൈയടിച്ചാട്ടെ എന്ന് പറയുമ്പോൾ വേണേ ഒരു 2 കൈ അടിക്കുന്നവനൊന്നും ആത്മനിറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സ്വമേധ, ഇത് വർഷിപ്പ് ലീഡർ നടത്തുമെന്നല്ല ഈ പറഞ്ഞത്. സ്വർഗത്തിലെ വർഷിപ്പ് ലീഡറായ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ
വർഷിപ്പൊക്കെ തനിയെ ജനിക്കുന്ന കാര്യമായി പറഞ്ഞത്. സ്വമേധ ജനിക്കും, പാട്ടുപാടും, ഹൃദയത്തിൽ പാട്ടുപാടും, ഹൃദയത്തിൽ കീർത്തനം ചെയ്യും. അല്ലെ, 2 ആഴ്ച മുമ്പ് ആ സീനിയർ പാസ്റ്റർ അപ്പച്ചൻ പറഞ്ഞതായിരുന്നു, ഈ ആത്മനിറവുള്ള ഹൃദയവും കൊണ്ട് മീറ്റിംഗ് വരണം. അല്ലെ, ഇവിടെ വന്നിട്ടല്ല ആത്മനിറവ്. ഇതാ ഒരുങ്ങുക, ആത്മാവിന്റെ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്ന് പറയില്ല. ആത്മാവിനാൽ നിറഞ്ഞൊരു ഹൃദയവും കൊണ്ടുവരണം. മലയാളത്തിൽ ഈ കീർത്തനം എന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് യവന ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഈ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സ്ട്രം ചെയ്യാന്ന് പറയത്തില്ല, ഗിറ്റാറൊക്കെ ഇങ്ങനെ അടിക്കുന്നത്, അതാണ് ഇവിടെ കീർത്തനം എന്ന് തർജ്ജിമ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എവിടെ ഞാൻ ഈ സ്ട്രിങ് ചെയ്യണ്ടേ? ഇതിലല്ല, കീബോർഡല്ല, എൻ്റെ ഹൃദയമാ വാദ്യോപകരണം. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ കീർത്തനം വരുന്നത്, സൗണ്ട് വരുന്നത്. അല്ലെ, ഇന്ന് നമ്മൾ ഹൃദയം മാറ്റി വെച്ചേച്ച് ഇൻസ്ട്രുമെന്റ്സ് കയറ്റി. എവിടൊക്കെ നോക്കിക്കോ, ഇൻസ്ട്രുമെന്റ്സിന്റെ അതിപ്രസരം എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ ഈ ഹൃദയത്തിലെ ആരാധന ചത്തുപോയി. അല്ലെ, ആത്മനിറവില്ലാത്ത നമ്മുടെ ശോഷിപ്പും നമ്മുടെ ദാരിദ്ര്യവും മറയ്ക്കാനാണ് ഇപ്പോൾ ഇൻസ്ട്രുമെന്റ്സ്. അല്ലെ, പലയിടത്തും. അല്ലെ, സഭാചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, 13-ാം നൂറ്റാണ്ട് വരെ ക്രിസ്തീയ സഭ മനഃപൂർവ്വം, അല്ലാതെ അവർക്ക് കിട്ടാഞ്ഞുകൊണ്ടല്ല, മനഃപൂർവ്വം ഒരു വാദ്യോപകരണവും ആരാധനയിൽ ഉപയോഗിക്കില്ലായിരുന്നു. അതാണ് ക്രിസ്തീയ ആരാധനയുടെ ലക്ഷണം. വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കില്ല. അല്ല, കിട്ടാഞ്ഞുകൊണ്ടല്ല, മനഃപൂർവ്വം. അതിനൊരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അത് വീണ്ടും പലരും കുത്തിക്കയറ്റാൻ നോക്കിയപ്പോൾ യുദ്ധം നടന്നു. സഭയ്ക്കകത്ത് യുദ്ധം നടന്നു കഴിഞ്ഞാണ് ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പോ ആരാധനയ്ക്ക് വേണ്ടത് ആത്മനിറവുള്ളൊരു ഹൃദയം. എൻ്റെ ഹൃദയമാണ് ദൈവത്തോട് കീർത്തനം ചെയ്യുന്നത്. ആത്മനിറവോടെ ആരാധിക്കാൻ കഴിയണം. അത് വ്യക്തിപരമായ ജീവിതത്തിലും സഭയിലും അങ്ങനെ ആയിരിക്കണം. 1 കൊരിന്ത്യർ 14 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും കൂടി വരുമ്പോൾ ഒരുത്തിന് പ്രബോധനമുണ്ട്, ഒരുത്തിന് പ്രവചനമുണ്ട്, ഒരുത്തിന് പാട്ടുണ്ട്, സങ്കീർത്തനമുണ്ട്. അതെ, അല്ലാതെ ഇവിടെ കുറച്ച് പേര് 3 പാട്ടുമായിട്ട് വരുന്ന പരിപാടിയൊക്കെ അന്നില്ല. അന്ന് നമ്മളെല്ലാം കൂടി വരുമ്പോൾ ഒരുത്തിന് പെട്ടെന്ന് പാട്ട് വരും. അവൻ പറയും നമുക്ക് മറ്റേ പാട്ട് പാടാമെന്ന്. ആത്മനിറവോടെ വിളിച്ചു പറയും. കണ്ടോ, അങ്ങനെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതായിരിക്കണം ആരാധന. ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നത്. അതും അവിടെയും അവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് അനുഭൂതി കിട്ടുകയല്ല. 1 കൊരിന്ത്യർ 14 എടുത്ത് പഠിച്ചാൽ അവിടുത്തെ ഏറ്റവും അടിസ്ഥാന തത്വം ഇതാണ്. സഭ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ എൻ്റെ സഹോദരന് ആത്മീക വർധന വരുത്തുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്ക് അനുഭൂതി കിട്ടി, അവനൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാനത് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അന്യഭാഷയൊക്കെ മൈക്കിൽ കൂടെ കൂവരുന്നൊക്കെ പറയുന്നത്. എല്ലാവരും കേൾക്ക പറയരുത് എന്നൊക്കെ 1 കൊരിന്ത്യർ 14 പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അതാണ്. എൻ്റെ സഹോദരന് ആത്മീക വർധന വരുത്താത്തൊന്നും ഞാൻ ആരാധന ചെയ്യത്തില്ല. പക്ഷെ ഇന്നെന്തോ, ഇന്ന് എല്ലാവർക്കും വ്യക്തിപരമായ അനുഭൂതി, എക്സ്റ്റസിയാണ്, എഡിഫിക്കേഷൻ അല്ല. അനുഭൂതി മതി. അനുഭൂതി വീട്ടിൽ. അനുഭൂതിക്കെതിരെ ഞാൻ പറയത്തില്ല, അനുഭൂതിയൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ ഷോക്കടിക്കുന്ന അനുഭവമൊക്കെ ഉണ്ട്. വ്യക്തിപരമായ ആരാധനയിൽ സഭയിൽ കടന്നു വരുന്നത് ശരീരത്തെ പണിയുവാനാണ്. അല്ലെ, ഇന്ന് പ്രശ്നം ഞായറാഴ്ച മാത്രമേ ആരാധനയുള്ളൂ പലർക്കും. അപ്പൊ തന്നെ ഇവിടെ തന്നെ എല്ലാ അനുഭൂതിയും വ്യക്തിപരമായതും എൻ്റെ ആരാധനയും അല്ലല്ല. എല്ലാ ദിവസവും എൻ്റെ സ്വന്തമായ ആരാധന, ഞായറാഴ്ച ആരാധന, സഭയായിട്ട് കൂടി വന്ന ആത്മീയ വിവരങ്ങൾ ഉപയോഗിച്ച് അന്യോന്യം ശുശ്രൂഷിച്ച് സഭയെ പണിയാനാണ്. ഇന്ന് ആഴ്ചയിൽ ഒരിക്കലേ ഉള്ള ആരാധനയാകുമ്പോൾ പിന്നെ ഇവിടെ അനുഭൂതിയും വേണം, ഇവിടെ എല്ലാം വേണം. അല്ലെ, അപ്പൊ കർത്താവ് പഠിപ്പിക്കുന്നത് ആത്മനിറവുള്ള ആരാധനയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവ് പാട്ട് തരുന്നുണ്ടോ? രാവിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു പാട്ട് മനസ്സിൽ വരുന്നുണ്ടോ? പാടുന്നുണ്ടോ? കർത്താവിനോട് പാടും. നമ്മൾ പാട്ട് പാടി ആരും കേൾക്കാൻ കൊള്ളത്തില്ലെന്നേ പറയത്തുള്ളായിരിക്കും. പക്ഷെ പാട്ട് പാടുന്നുണ്ടോ? കർത്താവിനത് ഇഷ്ടമാണ്. നിങ്ങൾ സ്വരമൊക്കെ എങ്ങനെ ഇരിക്കുന്നത്? ഹൃദയത്തിലെ പാട്ടായി പറയുന്നത് അല്ലെ. അങ്ങനെ ആത്മനിറവോടെ ആരാധിക്കാൻ പഠിക്കണം നമ്മൾ. ചിലർക്കൊന്നും ആരാധന വരത്തേയില്ല അല്ലെ, ഇങ്ങനെ കസേര ഒന്ന് ചത്തിരിക്കും. എന്നാൽ ലോകത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം പറയട്ടെ, പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേക്കും അല്ലെ. വല്ല ക്രിക്കറ്റോ സിനിമയോ രാഷ്ട്രീയമോ പറഞ്ഞാൽ പിന്നെ വാദോര. ഈ അച്ചായന് ഇത്രയും സ്വരമൊക്കെ ഉണ്ടായിരുന്നല്ലേ. നമ്മൾ പറയാല്ലേ, നമ്മൾ സഭയിലൊക്കെ വിസിറ്റേഷന് പോകുമ്പോൾ, വീട്ടിലൊക്കെ പോകുമ്പോൾ, അയ്യോ ഇങ്ങനെ ഇത്രയും പോയി, ഇയാൾ സഭയിൽ വന്നിട്ട് മൂളത്ത് പോലും ഇല്ലല്ലോ. എന്താ കാരണം? ജഡീക കാര്യങ്ങളിലൊക്കെ പുള്ളി ആശാനാണ്. ആത്മനിറവുള്ള വിഷയത്തിൽ മിണ്ടാതിരിക്കുക. അങ്ങനെ ആരാധിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവം ആത്മാവിനെ തരും, യാചിക്കുന്നവർക്ക് പിതാവ് നൽകും. വളരെ വേഗത്തിൽ പോട്ടെ, സമയം ഏതാണ്ട് അവസാനിക്കാറായി. 4-മത്തതും വളരെ കാതലായ ഒരു വിഷയമാണ്. ഇതൊരു പ്രസംഗമാക്കേണ്ട ഒരു വിഷയമാണ്, വിശുദ്ധി. എല്ലാവർക്കും എടുക്കാം. 1 തെസ്സലോണിയർ 4-ാം അധ്യായം 3 മുതൽ 8. 1 തെസ്സലോണിയർ 4-ാം അധ്യായം 3 മുതൽ 8 നിർത്തി വായിക്കണം. 1 തെസ്സലോണിയർ 4:3 മുതൽ 8. ആത്മാവിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കുന്ന 4-ാമത്തെ വിഷയം വിശുദ്ധ ജീവിതം.
അതെ, വായിച്ചോളൂ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇപ്പൊ പലരും പറയണോ ദൈവത്തിന്റെ ഹിതം തപ്പി നടക്കുകയാണ് അല്ലെ? ജോലിയുടെ കാര്യത്തിലും വിവാഹത്തിന്റെ കാര്യത്തിലും ഭാവിയുടെ കാര്യത്തിലും ഇനി കാനഡയിൽ പോകണോ അതോ കുട്ടനാടി തന്നെ നിന്നാ മതിയോ എന്നൊക്കെ പറയുമ്പോൾ ദൈവഹിതം തപ്പി നടക്കുക. എല്ലാ വ്യക്തിപരമായ ദൈവഹിതത്തിന്റെ വിഷയത്തിന്റെയും മുകളിലായിട്ട് ഒരു കൊട പോലെ നിൽക്കുന്ന ആത്യന്തിക ദൈവഹിതമാണ് നിങ്ങളുടെ ശുദ്ധീകരണം. ആരെ കെട്ടിയാലും എവിടെ ജോലിക്ക് പോയാലും ഇത് നിറവേറുന്നില്ലെങ്കിൽ ആ പറഞ്ഞ ദൈവഹിതമൊക്കെ തെറ്റായിരുന്നു. നീ കാനഡയിൽ പോയിട്ട് അശുദ്ധനാകുകയാണെങ്കിൽ നീ കാനഡയിൽ പോകാനുള്ളവനല്ലായിരുന്നു. ഇതൊക്കെ ഏതെങ്കിലും മക്കളോട് അപ്പനമ്മമാര് പറയുന്നുണ്ടോ? വിവാഹ വിഷയത്തിൽ ഇതൊക്കെയാണോ സംസാരിക്കുന്നത്? അല്ലെ? ഒരു പാസ്റ്റർ എല്ലാം കല്യാണം അന്വേഷിച്ചാൽ പറയോ അവന് ജോലിയും കൂലിയും ഒന്നുമില്ല, നീ നല്ല NRI നോക്കിക്കെട്ടെ, വല്ല വിസയൊക്കെ ഉള്ള ഗ്രീൻ കാർഡ് ഉള്ളവന് വിശുദ്ധി വളരുമെന്ന് ഏതപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നേ? ഞാൻ എൻ്റെ കുറഞ്ഞ കാലത്തെ 5 വർഷമേ ഉള്ളൂ ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ 5 കൊല്ലം കണ്ട കാര്യമാണ്. കയ്യിലെണ്ണാവുന്ന, അതായത് ഒരു 1000 പേരെടുത്ത ഒരു മാതാപിതാവിനെ കുറിച്ച് പറയാം. കല്യാണ വിഷയം പറയുമ്പോൾ അവർ പറയും ഇതൊന്നും നോക്കരുത്, ദൈവം എന്താണോ പറയുന്നത് ആരെ അവിടെ പോയിക്കട്ടെ. അല്ല, ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ പഴയ വാല്, പഴയ പള്ളി, ഇതൊക്കെ നോക്കിയാൽ കേട്ട് അല്ലെ കല്യാണ വിഷയമൊക്കെ വരുമ്പോൾ. അപ്പോൾ ഓർത്തോളം, ആത്യന്തികമായിട്ടും ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ ശുദ്ധീകരണമാണ്, നിങ്ങളുടെ സന്തോഷമല്ല, നിങ്ങളുടെ വിനോദമല്ല, നിങ്ങളുടെ ഹാപ്പിനെസ് അല്ല. ശുദ്ധീകരണം ഇനി അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ ശുദ്ധീകരണം? നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിയണം അല്ലേ? മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരു പ്രശ്നം, മലയാളികളെ ആദ്യം മലയാളം പഠിപ്പിക്കണം. പല വാക്കുകളുടെ അർത്ഥം നമുക്ക് അറിഞ്ഞൂടാ അല്ലെ? ദുർനടപ്പ് എന്ന് പറയുമ്പം ആ പറയുന്ന പാപത്തിന്റെ മ്ലേച്ഛതയൊന്നും വലുതായിട്ടൊന്നും നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ നടക്കും എന്തോ ഒരു കുഴപ്പമില്ല, മുടന്തോ വല്ല ആയിരിക്കും അല്ലെ? അങ്ങനെ ഗ്രാമീണ സഭയിൽ ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഒരുത്തൻ എന്നോട് പറഞ്ഞു അതൊന്നും അല്ല, വല്ല മുടന്തായിരിക്കും എന്ന്. ദുർനടപ്പ് എന്താണ്? ലൈംഗിക പാപം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി അല്ലെ? അതാണ് കർത്താവിന്റെ ഹിതം. ഇപ്പൊ എല്ലാവർക്കും ഹിതം കിട്ടിയല്ലോ. ദൈവഹിതം തപ്പി നടക്കുന്നവരെല്ലാം കേട്ടല്ലോ. എന്താ? ശുദ്ധീകരണം. അതുകൊണ്ട് താഴോട്ട് പിന്നെ പറഞ്ഞിരിക്കുകയാണ്, സഭയ്ക്കകത്ത്. ഇത് പുറത്തുള്ളവരോടല്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്നു പുറത്തുള്ള സിനിമാക്കാര്. ഇത് സഭയ്ക്കകത്തായി പറഞ്ഞിരിക്കുന്നത്. സഭയ്ക്കകത്ത് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അന്യോന്യം ചതിക്കുകയാണെങ്കിൽ ദൈവം പ്രതികാരം ചെയ്യും. സഭയ്ക്കകത്തുള്ളവനോട് എബ്രായർ 13 അതേ വാക്യമുണ്ട്. കിടക്ക നിർമ്മലമായിരിക്കട്ടെ, എന്നാൽ വ്യഭിചാരികളെയും ദുർനടപ്പുകാരെയും ദൈവം വിധിക്കും. ഇത് സഭയോടായി പറയുന്നേ, സഭയോടായി പറയുന്നത്, അല്ലാതെ പുറത്തുള്ളവരോടല്ല കേട്ടോ. ഇത് നമ്മൾ സഭയ്ക്കകത്തോ? സഭയ്ക്കകത്ത് ഇതൊക്കെ ഉണ്ട് അല്ലെ? പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലരൊക്കെ കേട്ടിട്ടുണ്ട്, ചിലർ കേട്ടിട്ടില്ലായിരിക്കും. എൻ്റെ ഗ്രാമീണ സഭാ ശുശ്രൂഷയിലെ ഒരു പ്രവാചകനുണ്ട്. പുള്ളി ഫോണും കൊടുക്കത്തില്ല, ഫോട്ടോയും കൊടുക്കത്തില്ല. എന്നെ പോലുള്ളവർ ഇങ്ങനെ പ്രസംഗം പേരും പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും വെളിപ്പെടുത്തത്തില്ല. കാരണം അതിശക്തനായ ഒരു പ്രവാചകനാണ് പുള്ളി. ദൂത് പറയുന്ന ഗൾഫിൽ പോകും, അമേരിക്കയിൽ പോകും, അതൊന്നുമല്ല. പുള്ളി പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്, രഹസ്യ പാപങ്ങളൊക്കെ കർത്താവ് ഇങ്ങ് പുറത്തെടുത്താട്ടെ, ശുദ്ധീകരണം കടന്നു വരട്ടെ, വിശുദ്ധിക്ക് വേണ്ടി പ്രവചനം. അതുകൊണ്ട് ആർക്കും താല്പര്യമൊന്നുമില്ല, പേടിയാണ്. അപ്പൊ പുള്ളി ഒരു സെൻട്രൽ പാസ്റ്ററോടാണ്, ഞങ്ങളുടെ കുറെ ഗ്രാമീണ സഭകളുടെയൊക്കെ നേതാവാണ്. അപ്പൊ പുള്ളി ഒരു സ്ഥലത്ത് പോയി ഈ ശിശു പ്രതിഷ്ഠ ചെയ്യാൻ പോയി. അപ്പൊ ശിശുവിനെ എടുത്ത് കൈ കൊടുത്തപ്പം പ്രവചനം, ഇത് ഇവരുടെ മക്കളല്ല, ആയിരിക്കുന്ന സഹോദരി തൊട്ട് ബാക്കിയിരിക്കുന്ന അവനുമായിട്ട് ചേർന്നുണ്ടാക്കിയതാണ് കണ്ടോ. ഇതാ പ്രവചനം. 1 കൊരിന്ത്യർ 14 പ്രവചനം ഇതാ. ഹൃദയത്തിന്റെ രഹസ്യമൊക്കെ പുറത്തു നിന്ന് ചാവും പറയും ഇവിടെ ദൈവം ഉണ്ടെന്ന്. ഇന്ന് പ്രവചനം എന്തുവാ? നിന്റെ ജഡത്തിന്റെ എല്ലാം ചെയ്തു തരുന്ന കുപ്പിന്ന് വന്ന ഭൂതമാണ് ദൈവം അല്ലേ? ജീനി അല്ലേ? അലാഡിലെ ജീനി, അതെല്ലാം ചെയ്തു തരുന്നത് ആ ദൈവം, ഈ കള്ളപ്രവാചകന്മാരുടെ ദൈവം. അപ്പൊ കണ്ടോ, സഭയ്ക്കകത്ത് വ്യഭിചാരം. എന്നിട്ട് ആ കൊച്ചിനെ കൊണ്ട് ഈ പറഞ്ഞ പേടിയാവുന്ന പാസ്റ്ററിന്റെ അടുത്ത് കൊണ്ട് അവരുടെ ഒരു മണ്ടത്തരവേ, വേറെ വല്ല പാസ്റ്ററേയും കൊണ്ട് വല്ല പ്രതിഷ്ഠ നടത്തി പോകാനുള്ളതിന് അന്ന് പിടിച്ചു, പാസ്റ്റർ മാറ്റി നിർത്തി പിടിച്ചു കേട്ടോ. അപ്പൊ സഭയ്ക്കകത്ത് ഇതൊക്കെ ഉണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെയാണ് നമ്മുടെ വിഷയം. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. ലൈംഗിക പാപത്തിൽ ജീവിക്കുവാനല്ല, നിർമ്മലതയിൽ ജീവിക്കുവാൻ അത്രേ വിളിച്ചത്. അടുത്ത വാക്യം, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ, ഈ കൽപ്പന, ഈ പ്രബോധനം തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല തുച്ഛീകരിക്കുന്നത്, പകരം തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു.
അതിന്റെ അർത്ഥം എന്തുവാ? പരിശുദ്ധാത്മാവിനെ തന്നത് നിങ്ങൾ വിശുദ്ധി നടക്കാനാ. എന്നിട്ട് നിങ്ങൾ മനഃപൂർവ്വം അശുദ്ധി നടന്ന നിങ്ങൾ ഈ പറഞ്ഞ പ്രസംഗകനെ അല്ല തുച്ഛീകരിക്കുന്നത്, ഈ തന്ന പരിശുദ്ധാത്മാവിനെ തന്ന ദൈവത്തെയാ തുച്ഛീകരിക്കുന്നത്. അപ്പൊ കണ്ടോ, പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്ന എന്തിനാ? വിശുദ്ധ ജീവിതം നയിക്കുവാൻ, അല്ലെ? അപ്പൊ സഭയ്ക്കകത്ത് ഈ ലൈംഗിക ഭാവത്തിലൊക്കെ ജീവിക്കുന്നവർ അറിഞ്ഞോണം, പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. നിങ്ങൾ തുച്ഛീകരിക്കുന്നത് സഭയെയല്ല, പ്രസംഗകനെയല്ല, പാസ്റ്ററെ അല്ല, ദൈവത്തെയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മ നിറവ് നമുക്ക് പകരപ്പെടുത്തുന്നത് എന്തിനാണ്? വിശുദ്ധ ജീവിതം നയിക്കുവാൻ. അതിനോട് ചേർന്ന് പറഞ്ഞുകൊള്ളട്ടെ റോമർ 8:2 പലരും വന്ന് ചോദിക്കും, എങ്ങനെ വിശുദ്ധ ജീവിതം? അപ്പൊ പല പ്രസംഗങ്ങൾക്കും ഒരു ഉത്തരവും ഇല്ല. അയ്യോ, എനിക്ക് പഠിപ്പിക്കാനേ അറിയാവുള്ളൂ, നടക്കാൻ അറിഞ്ഞൂടാ. അതിനുള്ള ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. റോമർ 8:2 മലയാളം ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞു: ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഈ പദങ്ങളുടെ ക്രമത്തോട് ഇനി യോജിപ്പില്ല. കാരണം ഇങ്ങനല്ല യവന ഭാഷയിൽ കുറച്ചുകൂടെ ആ മേളിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ്. ആത്മാവിന്റെ പ്രമാണമായ ക്രിസ്തുയേശുവിലെ ജീവൻ, അല്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അതെന്തോ പ്രമാണം? ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു നിയമത്തെ കുറിച്ചാണ്. പക്ഷെ ആത്മാവിന്റെ നിയമം അക്ഷരത്തിലല്ല. ആത്മാവിന്റെ നിയമം എന്ന് പറയുന്നത് ഒരു ജീവനാണ്, ഒരു ഓജസ്സാണ്. ആ ഓജസ് എന്താണ്? ക്രിസ്തുയേശുവിന്റെ ജീവൻ, പുനരുത്ഥാന ജീവൻ. ആ ജീവൻ എൻ്റെ ഉള്ളിൽ വന്നാൽ വേറൊരു നിയമമുണ്ട്. നേരത്തെ പറഞ്ഞ പാപത്തിന്റെ നിയമം, തലമുറയായി വരുന്ന നിയമം, അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. അല്ലെ? ഇപ്പൊ ഞാൻ ഈ തൂവാലെടുത്ത് അറയിലിട്ടിട്ടാ അത് അറയിൽ പോവും. കാരണം എന്താ? അവിടെ ഒരു നിയമമുണ്ട്, ഗുരുത്വാകർഷണ നിയമം. എന്തെടുത്ത് മേളിലോട്ട് എറിഞ്ഞാലും താഴെ പോവും. അല്ലെ? ഇനി ഈ നിയമത്തിൽ നിന്ന് ഈ തൂവാലയെ രക്ഷിക്കണം. എന്ത് ചെയ്യണം? ഈ ജീവനുള്ള എൻ്റെ കൈ പിടിക്കണം എന്ന് പറഞ്ഞതുപോലെ സകല മനുഷ്യരും കീഴോട്ടാ. നമ്മളെ വെറുതെ വിട്ട നമ്മൾ അശുദ്ധിയിൽ പോയിരിക്കും. അത് നമ്മുടെ ജഡത്തിൽ ഒരു നിയമമുണ്ട്. ഗുരുത്വാകർഷണ നിയമം പോലൊരു നിയമമുണ്ട്. പാപത്തിന്റെയും മരണത്തിന്റെയും ജീവൻ, ഇതിനെ തടയിടുവാൻ, ഇതിനെ അതിജീവിക്കുവാൻ വേറൊരു നിയമം വരണം. അത് പക്ഷെ വെറും ഒരു കൈയെഴുത്തല്ല, അത് വെറും കുറെ നിയമങ്ങളല്ല, അത് കുറെ വാക്യങ്ങൾ കാണാൻ പഠിച്ചാൽ പോരാ. അത് ആത്മാവിലൂടെ പുനരുത്ഥാന ജീവൻ കടന്നു വരണം. പാപത്തെയും മരണത്തെയും ജയിച്ചവനായ ജയാളിയായ യേശു ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ ഈ പാപത്തെ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പിന്നീട് താഴോട്ട് സമയമില്ല 11-ലും 13-ലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്, ഓ ക്രിസ്തുയേശുവിനെ കല്ലറയിൽ നിന്ന് ഉയർത്തിയ അതേ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വരുമെങ്കിൽ നിങ്ങൾക്കും പാപത്തിന്റെയും മരണത്തിന്റെയും അധീനതയിൽ നിന്ന് പ്രായോഗിക ജീവിതത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ആത്മനിറവ് പ്രാപിച്ച വിശ്വാസികൾക്ക് പാപം ചെയ്യാതെ ജീവിക്കുവാൻ കഴിയും. പാപത്തെ ജയിച്ചവനുള്ളിൽ വാഴുകയാണ്. അല്ലെ? അവന്റെ ജീവൻ എൻ്റെ ഉള്ളിൽ കടന്നു വരുന്നു. അപ്പൊ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ പുനരുത്ഥാന ജീവന്റെ പങ്കാളിത്തം വഹിക്കുന്നതിന്റെ തെളിവ് വല്ലതും ഉണ്ടോ? സ്വമേധയാ ചെയ്യുവാൻ കഴിയാത്ത ചില പ്രലോഭനങ്ങളോടൊക്കെ വേണ്ട എന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ? ചിലർ പറയും, എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. ശരിയാ, ഗുരുത്വാകർഷണ നിയമം. എന്നാൽ ഉയർത്തെഴുന്നേറ്റവന്റെ ജീവൻ ഉള്ളിൽ വരുമെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരത്തെ അവൻ ഉയർത്തും. നിന്റെ മർത്യ ശരീരത്തെ അവൻ ഉയർത്തും. അങ്ങനെ പങ്കാളിത്തം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, ആത്മനിറവ് എനിക്ക് പകർന്നു തരണം, ആത്മനിറവ് എനിക്ക് പകർന്നു തരണം. നമ്മുടെ രക്ഷ ഇത്രയേ ഉള്ളൂ. ഞാൻ ക്രിസ്തുവിലായാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു, ക്രിസ്തു എന്നിലായാൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു. ക്രിസ്തുവാണ് നമ്മുടെ സുവിശേഷം. അവനെ പ്രസ്താവിക്കുന്നു അപ്പോസ്തലൻ പറഞ്ഞു. അല്ലാതെ തത്വം പ്രസംഗിക്കുന്നു, തിയോളജി പ്രസംഗിക്കുന്നു, ഡോക്ടറിൻ പ്രസംഗിക്കുന്നു എന്നല്ല, അവനെ പ്രസ്താവിക്കുന്നു. ഞാൻ അവനിലായതാണ് എൻ്റെ നീതീകരണം, അവൻ എന്നിലായതാണ് എൻ്റെ ശുദ്ധീകരണം. അതാ ഇന്ന് കർത്തൃമേശയിലൂടെ നമ്മൾ സാക്ഷീകരിക്കാൻ പോകുന്ന, കർത്താവേ നിന്നെ ഞാൻ ഭക്ഷിച്ച് നീ എന്നിൽ വരുന്നത് കൊണ്ട്, നീ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. അല്ലേ? ആമേൻ, സ്തോത്രം. അവസാന വിഷയം എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. പൊതുവെ ആത്മനിറവെന്നും പറയുന്ന ഏക വിഷയം സഭകളിൽ ഇതാണ്, ദൈവിക ശുശ്രൂഷ. ഇപ്പൊ ദൈവമായിട്ടുള്ള അടുപ്പം കണ്ടു, രക്ഷയുടെ ഉറപ്പ് കണ്ടു, ആരാധന കണ്ടു, വിശുദ്ധ ജീവിതം കണ്ടു. അവസാനമായിട്ട് ഓടിച്ചു പറയട്ടെ, ദൈവിക ശുശ്രൂഷ. പല രീതിയിൽ ഇത് നമുക്ക് വചനത്തിൽ നിന്ന് തെളിയിക്കാൻ കഴിയും. പക്ഷെ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷങ്ങളിൽ നിന്നാണ്. 4 സുവിശേഷങ്ങൾ എടുത്തിട്ട് അതിൻ്റെ അന്ത്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന അവസാന വാക്കുകൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ നമുക്കൊരു സന്ദേശം കിട്ടും.
ഒരു ദിവസം രാവിലെ എന്നോട് കർത്താവ് പറഞ്ഞ നീ എല്ലാം ഒന്ന് ചേർത്ത് വെച്ചേന്ന്. ഈ റെഡ് ലെറ്റർ ബൈബിൾ ഉണ്ടല്ലോ, കർത്താവിൻ്റെ വചനങ്ങളൊക്കെ ചുവന്ന അക്ഷരത്തിൽ, അതാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം, ഇല്ലെങ്കിലും പറ്റും. അപ്പോൾ മത്തായി 28 അവസാനം കർത്താവ് പറഞ്ഞത് ഭൂമിയിലെങ്ങും പോയി ശിഷ്യന്മാരെ ഉളവാക്കുക. മർക്കോസിന്റെ 16 പറഞ്ഞത് ഉള്ള എല്ലാ സൃഷ്ടിയോടും പോയി നിങ്ങൾ സുവിശേഷീകരണം നടത്തുക. ലൂക്കോസിന്റെ 24 അവസാനം പറഞ്ഞിരിക്കുന്നത് പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുക. യോഹന്നാൻ 21 അവസാനം പറഞ്ഞിരിക്കുന്നത് നീ അവനെ എന്തിനാ നോക്കുന്നത്, നീ എന്നെ അനുഗമിക്കുക. അപ്പൊ അത് ചേർത്ത് വെച്ച അവളുടെ സന്തോഷം കിട്ടിയോ? വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് പിതാവിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് ഭൂമിയിലെങ്ങും പോയി സുവിശേഷം അറിയിച്ച് സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുക. കണ്ടോ? അപ്പൊ നിങ്ങൾ ഒന്ന് ചേർത്ത് നോക്കിയേ. യോഹന്നാനി പറയാ നീ എന്നെ വ്യക്തിപരമായി അനുഗമിക്കണം. മത്തായിലും മാർക്കോസിലും പറഞ്ഞിരിക്കുക നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം. ഇത് രണ്ടിന്റെ ഇടയിൽ എന്തുവാ? പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. അല്ലാതെ ഓടിച്ചാടി കയറി അങ്ങ് ശുശ്രൂഷയ്ക്ക് പോകരുത്. ദൈവത്തെ പിൻഗമിക്കുന്നു, നല്ല കാര്യം, ശുശ്രൂഷ ചെയ്യണം. ഇടയ്ക്കെന്തോ പാലം പിതാവിന്റെ വാഗ്ദത്തം, പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം. നിങ്ങൾ ശുശ്രൂഷ തുടങ്ങരുതെന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. ഇത് പ്രാപിച്ചിട്ടേ തുടങ്ങാവൂ. കാരണം എന്താ? ദൈവിക ശുശ്രൂഷ ആത്മനിറവിൽ മാത്രം ചെയ്യാനുള്ളതാണ്. അയ്യോ എനിക്ക് കഴിവുണ്ട്, എനിക്ക് പ്രാപ്തിയുണ്ട്, എനിക്ക് പാട്ട് പാടാൻ അറിയാം, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, പോരാ, അതിന്റെ കഴിവൊന്നും ഇവിടെ ആവശ്യമില്ല. നീയൊക്കെ കഴിവും കൊണ്ട് കയറിയാൽ കഴകം കെട്ടുപോകും. ഇന്ന് പലപ്പോഴും ഈ ജഡത്തിലാണ് ശുശ്രൂഷ. എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല, വാക്ചാതുര്യം കൊണ്ടൊന്നും കാര്യമില്ല, പ്രാസത്തിൽ കാര്യമില്ല. ആത്മനിറവുണ്ടോ? നീ പ്രസംഗിക്കുമ്പോൾ ജീവൻ വ്യാപരിക്കുന്നുണ്ടോ? ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നുണ്ടോ? അതിനൊക്കെ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയത്തില്ല. അത് ദൈവമുണ്ടേലേ നടക്കത്തുള്ളൂ. ആത്മനിറവോടെ ശുശ്രൂഷിക്കാൻ പഠിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. 1 പത്രോസ് 4:10-11 പറഞ്ഞിരിക്കുന്നത് എടുക്കാൻ സമയമില്ല. 1 പത്രോസ് 4:10-11 പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങൾ, കൃപാവരങ്ങളെ നിങ്ങൾ നല്ല ഗൃഹവിചാരകന്മാരെന്ന പോലെ ഉപയോഗിക്കണം. ഓരോ വ്യക്തികൾക്കും ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളുടെ മാനേജേഴ്സ്, സ്റ്റ്യൂവർഡ്സ്, കാര്യസ്ഥന്മാരാണ് നമ്മൾ. അതായത് നമ്മുടെ ഉടമസ്ഥതയിലുള്ളതല്ല, ദൈവത്തിൻ്റെതാണ് കൃപാവരങ്ങൾ. ദൈവം നമുക്ക് ചുമതലയായിട്ട് നൽകിയിരിക്കുകയാണ്. ഇത് അവന് പ്രയോജനമുള്ള രീതിയിൽ ഉപയോഗിക്കണം. അതാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ ശരീരത്തിലെ സകല അംഗങ്ങളും അവരുടെ ദൗത്യം നിർവഹിച്ചാലേ ഒരു സഭ ശരീരമായിട്ട് ഉണരത്തുള്ളൂ. ഇപ്പോ നമ്മളൊരു വ്യക്തിയെ കാണാൻ പോകും, അയാളുടെ ഹൃദയം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കൊളസ്ട്രോളും ഇല്ല, ഒരു പ്രഷറും ഇല്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, കൈ അനങ്ങത്തില്ല, കാലും അനങ്ങത്തില്ല, ആള് കോമയല്ല. ഇന്ന് പല സഭകളും ആ സ്റ്റേജിലാണ്. ഒരാൾ കാണും ഹൃദയം കടന്നു അടിയോടടി, ബാക്കിയെല്ലാം ചാത്തിരിപ്പുണ്ട്, കൈ അനങ്ങുമോ ഇല്ല, ഈ പുള്ളി ബ്ലഡൊക്കെ പമ്പി എല്ലാം ഉണ്ട്, പക്ഷെ മൊത്തത്തിൽ കോമയാണ്. ഈ കോമയായിട്ടിരിക്കാൻ ആരെയും വിളിച്ചിട്ടില്ല, ഒരു സഭയും വിളിച്ചിട്ടില്ല. അപ്പൊ അതിന് ഈ ഹൃദയത്തോടല്ല ദൂത് പറയണ്ടേ, ഈ അനങ്ങാത്ത കൈകളോടും കാലുകളോടും ഞാൻ ദൂത് പറയണ്ടേ. ഈ കൃപാവരങ്ങളുടെ ലിസ്റ്റിൽ ഒരിടത്തും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല കസേരയിൽ ഇരിക്കുന്നതാണ് എന്റെ കൃപാവരം. കസേരയ്ക്ക് ചൂട് കൊടുക്കൽ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അങ്ങനൊരു കൃപാവരം ബൈബിളിലില്ല. എല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ സഭ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തത്തില്ല. നിങ്ങൾ എല്ലാവരും ചോദിക്കേണ്ട കാര്യം അതാണ്. എന്റെ ആത്മനിറവിന്റെ കുറവ് നിമിത്തം ഈ സഭയിൽ കർത്താവേ എന്ത് അഭാവമാണ് കരുതുന്നത്. ഈ സഭയുടെ ശുശ്രൂഷയിൽ, ഈ സഭയുടെ വളർച്ചയിൽ, ദൈവത്തിന്റെ പദ്ധതികളുടെ നിർവഹണത്തിൽ എന്റെ കുറവ് നിമിത്തം, ഞാൻ ഈ പുറകിൽ ഉറക്കം തൂങ്ങി ആത്മനിറവും ഇല്ലാതെ കൃപാവരങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുന്ന നിമിത്തം എന്ത് കുറവാണ് ഈ സഭയ്ക്ക് വരുന്നത്. ഒരു കുറവും വരാൻ പാടില്ലെന്ന് എല്ലാവരും തീരുമാനമെടുക്കണം. ഞാൻ കാരണം ഈ സഭയ്ക്ക് ഒരു കുറവും വരികയില്ല. എന്റെ കൃപാവരങ്ങൾ ഞാൻ കൃതാസനോട് ചേർന്ന് ഈ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കുമെന്നൊരു തീരുമാനമെടുത്ത് ആത്മനിറവിനായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കണം, യാചിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. നമ്മൾ ആദ്യം കണ്ടല്ലോ, പിതാവ് എത്ര അധികം ആത്മാവിനെ യാചിക്കുന്നവർക്ക് നൽകും. പ്രാർത്ഥനാ മാസമായി ജൂലൈ മാസത്തിന്റെ അവസാന ഞായറാഴ്ച നമുക്കൊരു തീരുമാനമെടുക്കാം. ബാക്കി എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണരുന്ന നിലവിളി, പിതാവേ എനിക്ക് ആത്മാവിന്റെ നിറവ് പകർന്നു തരണമേ എന്നായിരിക്കട്ടെ. ആത്മാവിനെ പ്രാപിച്ച് ദൈവമായിട്ടുള്ള അടുപ്പം, ആ അടുത്തുള്ള വാസം, സംസർഗം, അതോടൊപ്പം തന്നെ രക്ഷയുടെ ഉറപ്പ്, അതോടൊപ്പം തന്നെ ആത്മനിറവിലുള്ള ആരാധന, വിശുദ്ധ ജീവിതം, എനിക്ക് ചെയ്യുവാൻ പറ്റാത്ത പാപങ്ങളുടെ മേലുള്ള ജയം കൊണ്ടാടി ജീവിക്കുവാൻ ആത്മനിറവിനാൽ എനിക്കത് കഴിയണമേ. കൃപാവരങ്ങളാലുള്ള ശുശ്രൂഷ, കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് കർത്താവിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുമെന്നുള്ള തീരുമാനം. ഈ എല്ലാ ആയി പറഞ്ഞ 5 കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ
ആത്മനിർഭനായിട്ടുള്ള അഭിനിവേശം കൂട്ടട്ടെ. ദാഹത്തോടെ വിശപ്പോടെ സകലരും യാചിച്ചാട്ടെ, പിതാവേ എനിക്ക് ആത്മനിറവ് പകരണം, ആത്മനിറവ് പകരണം. ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്നാമതായിട്ട് പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ജലസ്നാനം പോലും ചെയ്തിട്ടില്ലാത്തവർ പ്രാർത്ഥിക്കണം, എനിക്ക് ആദ്യം ജലസ്നാനപ്പെട്ടിട്ട് ഈ ആത്മസ്നാനം പ്രാപിക്കണം. എല്ലാം പ്രാപിച്ചു, പണ്ടേ എല്ലാം ഉണ്ടെന്ന് പറയുന്നവർ ഇന്നുണ്ടോ എന്ന് പരിശോധിക്കണം, എപ്പോഴും ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആത്മനിറവ് കൂടാതെ ഞാൻ ജീവിക്കുകയില്ല എന്നൊരു തീരുമാനമെടുക്കണം. ആത്മാവിന്റെ സഹിത്വത്തിലും സംസർഗത്തിലും മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ, ശുശ്രൂഷിക്കുകയുള്ളൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കണം. പരിശുദ്ധാത്മാവിന്റെ ഒരു ഉപകരണമായി നമ്മളെല്ലാവരും മാറണം. അങ്ങനെ മാറുന്നിടത്ത് ജീവൻ വ്യാപരിക്കും, യേശുക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടും, ദൈവരാജ്യം വളരും. നമ്മൾ ആദ്യം വായിച്ചതുപോലെ ദൈവത്തിന്റെ നാമം മഹത്വീകരിക്കപ്പെടും. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ, ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ, സകലരും പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, എനിക്ക് ആത്മനിറവ് തരണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ദാഹം തരണം, അതിനു വേണ്ടിയിട്ടുള്ള വാഞ്ച നൽകണം, എരിവ് നൽകണം, തീക്ഷ്ണത നൽകണം. ആത്മാവിന്റെ നിറവ് എനിക്ക് പകർന്നു തരണം, പകർന്നു തരണം, പകർന്നു തരണം എന്നെല്ലാ ഹൃദയങ്ങളും കർത്താവിനോട് യാചിച്ചാട്ടെ, യാചിച്ചാട്ടെ. മുട്ടിപ്പായിട്ട് ലജ്ജ കൂടാതെ ചോദിച്ചാട്ടെ. കർത്താവെ, ഈ പറഞ്ഞ ജീവിതം, ഈ അടുപ്പം, ഈ ഒരു ഉറപ്പ്, ഈ ഒരു ആരാധന, ഈ ഒരു വിശുദ്ധി, ഈ ഒരു ശുശ്രൂഷ എന്റെ ജീവിതത്തിന്റെ അനുഭവമായി മാറട്ടെ, അനുഭവമായി മാറട്ടെ. വെറുതെ ഒരു പ്രസംഗം കേട്ട് മടങ്ങുവാൻ എനിക്ക് ആഗ്രഹമില്ല. ഇതെന്റെ ജീവിതത്തിന്റെ വിശേഷണങ്ങളാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. പിതാവ് ചോദിക്കുന്നവർക്ക്, യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. ദോഷികളായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ അറിയാമെങ്കിൽ ഇത്രത്തോളം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് എത്ര അധികം അളവ് കൂടാതെ അവന്റെ ആത്മാവിനെ പകരുവാൻ മനസ്സുള്ളവനാണെന്ന് ഓർത്തുകൊണ്ട് ഉറപ്പോടെ ധൈര്യത്തോടെ ചോദിച്ചാട്ടെ, ചോദിച്ചാട്ടെ, ചോദിച്ചാട്ടെ. ഈ സഭ ആത്മനിറവുള്ള ഒരു സഭയായിരിക്കട്ടെ, ജീവൻ വ്യാപരിക്കുന്ന ഒരു സഭയായിരിക്കട്ടെ, ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞൊരു സഭയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ കടന്നു വന്നപ്പോൾ മുതൽ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം അങ്ങ് ചിലതെല്ലാം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. ചില പുത്തൻ വഴികൾ, ചില പുത്തൻ നീരുറവുകൾ അങ്ങ് തുറക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. ദൈവാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് കൂടുതൽ ആത്മനിറവിനായിട്ട് ഞങ്ങൾ ചോദിക്കുന്നു കർത്താവേ. ഈ സഭയെ അനുഗ്രഹിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന പ്രവൃത്തികളുടെ പങ്കാളികളായി അവർ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ഈ സഭ നിറയട്ടെ, രോഗശാന്തി കൊണ്ട് ഈ സഭ നിറയട്ടെ, രൂപാന്തരങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത പാപി എന്ന് പറയുന്നവർ ഇവിടെ വന്ന് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളുടെ കൊഴുത്ത് കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും മയങ്ങി പിന്നോട്ട് പോവാതെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് വിശ്വസ്തയോടെ അവരുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു ശരീരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവാത്മാവ് മുന്നോട്ട് നയിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവ മഹത്വം അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.